ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇന്ന് ഒരു സ്ക്രഞ്ചീസ് ഉണ്ടാക്കി നോക്കിയാലോ. സ്ക്രഞ്ചീസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ ബാക്കി തയ്ച്ചിട്ട് വരുന്ന തുണി കൊണ്ടൊക്കെ നമുക്ക് സ്ക്രഞ്ചീസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് സ്ക്രഞ്ചീസ് ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു നീളത്തിലുള്ള ഒരു തുണിയാണ്. 70 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയുള്ളൊരു തുണിയാണ്. അത് നല്ല ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ മടക്കുക. അതിന് ശേഷം 1.5 ഇഞ്ച് വിട്ടതിന് ശേഷം ഇതിലൂടെ അടിച്ച് പോവുക. അറ്റത്ത് വരെ അടിച്ചതിന് ശേഷം അറ്റത്ത് ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിൽ അടിച്ച് നിർത്തണം കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് അടിച്ചെടുക്കേണ്ടത്. രണ്ട് ഭാഗവും ഇതേപോലെ അടി ഉണ്ടാവില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അറ്റത്തൊരു പിന്ന് കുത്തിയിട്ട് ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മൾ പിന്നിനെ അപ്പുറത്തെ അറ്റം വരെ എത്തിക്കണം. അത് എന്തിനാണെന്ന് വെച്ചാൽ തുടക്കത്തിൽ ഇങ്ങനെ ഒരു ചെറിയൊരു കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കിട്ടിക്കോളും. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നല്ല വശം പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നീക്കി എടുത്തിട്ട് നല്ല ഭാഗം പുറത്തേക്കാക്കി എടുക്കുക. അപ്പോൾ ഇതേപോലെ എടുത്തിട്ട് പിന്നെ അഴിച്ച് മാറ്റുക. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ എല്ലാ ഭാഗവും ഒന്ന് നന്നാക്കി നേരെയാക്കി കൊടുക്കുക. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അറ്റത്തെ ഈ അറ്റവും പിന്നെ അതിൻ്റെ അപ്പുറത്തെ അറ്റവും കൂടി തമ്മിൽ ചേർത്തിട്ട് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ അറ്റത്തു നിന്ന് തുടങ്ങിയിട്ട് അപ്പുറത്തെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിൽ കാണാം കേട്ടോ. ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ രണ്ട് അറ്റത്ത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഉള്ളോട്ടേക്കായി പോയിക്കോളും. അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു 15 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു എലാസ്റ്റിക്കാണ്. അത് ഇതേപോലെ ഉള്ളിലേക്ക് ഇട്ടിട്ട് പിന്നെ കുത്തി ഉള്ളിലേക്ക് ഇട്ടിട്ട് നീക്കിയെടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എലാസ്റ്റിക് ഉള്ളിലേക്കായി പോവാതെ നോക്കണം. അത് നമ്മൾ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഒരറ്റത്ത് നീക്കി അപ്പുറത്തെത്തുമ്പോഴത്തേക്ക് എലാസ്റ്റിക് ഇപ്പുറത്തോട് ഉള്ളിൽ കയറിപ്പോവും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതേപോലെ നമ്മൾ എലാസ്റ്റിക്കിനെ പുറത്തേക്ക് എടുത്തെടുത്തിട്ടുണ്ട്. ഇനി എലാസ്റ്റിക്കിൻ്റെ രണ്ടറ്റവും തമ്മിൽ കൂട്ടി സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ രണ്ടറ്റവും കൂടി തമ്മിൽ കൂട്ടി ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 2-3 അടി കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് എലാസ്റ്റിക് വിട്ടുപോരും. അപ്പോൾ ഇതേപോലെ എടുത്തിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ എല്ലാ ഭാഗവും ഇത് ഇങ്ങനെ കൂടിക്കിടക്കുന്ന ഭാഗമൊക്കെ നന്നാക്കി നേരെയാക്കി എടുക്കുക. ഇല്ലെങ്കിൽ ചില ഭാഗത്ത് അധികം ചുരുങ്ങിയിരിക്കും, ചില ഭാഗത്ത് തുണി ഇങ്ങനെ ചുരുക്കില്ലാതെ നിൽക്കും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സ്ക്രഞ്ചീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.